എന്റെ ഭാനുവിനെ കാണണം. അവൾക്കൊന്നും സംഭവിക്കില്ല അമ്മ. എത്രയും വേഗം ജയേഷ് എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കും. മോഹനൻ ഇത്രയ്ക്ക് ദുഷ്ടനായിരുന്നു ഞാൻ കരുതിയില്ല. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഗായത്രി, അവന്റെ മോനും എല്ലാരും പക്ക ഫ്രോഡാണെന്ന്. ഭരത്ത് വന്നെ തടഞ്ഞില്ലായിരുന്നല്ലോ. തന്തയും മോനെ ഞാൻ വീട്ടിലിട്ട് തന്നെ തീർത്തന്നെ. അയാൾ അമ്മയെ ഒരുപാട് ഉപദ്രവിച്ചോ? എന്താ ഭാമേ, കണ്ടാൽ അറിയില്ലേ നല്ലതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്. ഭാവനേച്ചി, ഭാനുവിന്റെ കാര്യം? ഭാനു ജയേഷിന്റെ കസ്റ്റഡിയിലാണെന്ന് വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവന്റെ ഫോണും സ്വിച്ച് ഓഫാ. എന്തായാലും അവൻ കൊടുങ്ങും. ആ ദുഷ്ടൻ പച്ച വെള്ളം പോലും കൊടുത്തു കാണത്തില്ല ഗായത്രിക്ക്. അവനൊന്നും മനുഷ്യഗണത്തിൽപ്പെട്ടവരല്ല ആന്റി. മൃഗത്തെക്കാളും തരംതാണ ജന്മം. അയ്യോ മോളെ, കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ഗായത്രി, ഒന്നുമില്ല. അവനെ ഒന്ന് വെറുതെ വിടരുത് ചെയ്തു. അവനെ കൊന്നിട്ട് ജയിലിൽ കിടന്ന അതിനും ഉണ്ട് അന്തസ്. ആ അനിരുദ്ധൻ എങ്ങനെയാ ഇവരോടൊപ്പം ചേർന്നെന്നാ മനസ്സിലാവാത്തത്. കള്ളന്മാരും ദുഷ്ടന്മാരും ആരും പറയാതെ തന്നെ ഒത്തുചേരി മായിച്ച് നമ്മളോട് ശത്രുതയുള്ള രണ്ടുപേരെ ഒന്നിച്ചത് എങ്ങനെയാണെന്നാ എനിക്ക് മനസ്സിലാവത്തത്. അവന്റെയൊക്കെ സമയം എടുത്തിരിക്കുകയാണ് സൂര്യ. ഇനി അവൻ ഒരിക്കലും പുറംലോകം കാണരുത്. അവനെ കോടതി വെറുതെ വിട്ടാൽ ഈ സേതു വെറുതെ വിടത്തില്ല. ഭാരതിനെ ഒന്ന് വിളിക്ക. എന്റെ മോളെ കിട്ടിയോന്ന് ചോദിക്ക. ആന്റി വിഷമിക്കാതെ. ഭാനു എവിടെ ഉണ്ടെങ്കിലും ഇന്ന് തന്നെ നമ്മൾ കണ്ടെത്തും. ഗായത്രി, അല്പനേരം കിടക്ക്. മുഖത്ത് നല്ല ഉറക്കക്ഷീണമുണ്ട്. അറിയാലോ, BP കൂടിയാ പിന്നെ പിടിച്ചാ കിട്ടത്തില്ല. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് പോയാ മതിയായിരുന്നു. എന്നാ പിന്നെ ഞങ്ങളും അങ്ങനെ ചിന്തിച്ചാ പോരായിരുന്നോ? ആ പണ്ടാരം പിടിച്ച കിളവിയില്ലേ ഭാരതി തമ്പുരാട്ടി, അവളെ വേണം കെട്ടിയിടാൻ. മോനെ ചെറുമോനെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നത് അവരാ. ഇവനൊക്കെ ഏത് കാലത്താ ജീവിക്കുന്നത്? കെട്ടിയിട്ട് ഭീഷണിപ്പെടുത്താൻ ഇവനെന്താ ഗുണ്ടകളോ? പപ്പേട്ടനും കൂടെ ആ സമയത്ത് വേണമായിരുന്നു. എന്നാ പിന്നെ ഇന്ന് തന്നെ അവന്റെയൊക്കെ അന്ത്യകർമ്മം നടത്തിയേനെ. സ്വത്തും പണവും ഒന്നും വേണ്ടായിരുന്നു. മനുഷ്യന്റെ ഉള്ള സമാധാനോടെ പോയി കിട്ടി. ഇങ്ങനൊന്നും ആരും ചിന്തിക്കില്ല സേതുവേട്ടാ. ഇന്ന് പലരും ജീവിക്കുന്നത് തന്നെ എങ്ങനെ 10 കാശുണ്ടാക്കുന്നുള്ള ചിന്തയില്ല. എന്തായാലും ഇതല്പം കൂടിപ്പോയി ഭാവന. അമ്മ, എന്തെങ്കിലും കഴിക്കൂ. ക്ഷീണമൊന്ന് മാറട്ടെ. എനിക്ക് എന്റെ മോളെ കാണാതെ എനിക്ക് എന്ത് കഴിച്ചാലും ഇറങ്ങില്ല മോളെ. ഭാനു വരും. ആന്റി വിഷമിക്കാതെ. അവൾക്കൊന്നും സംഭവിക്കൂല. ഗായത്രി, ഞാൻ അല്പം കഞ്ഞി ഉണ്ടാക്കാം. ക്ഷീണം മാറാൻ അതാ നല്ലത്. കഞ്ഞി ഞാൻ വെക്കാം മാമി. എന്നാ വേഗം ചെല്ലുമായ. സൂര്യ, നമുക്കെന്നാ ഇറങ്ങിയാലോ? വരട്ടെ സേതുട്ടാ. അവരെവിടെയാണെന്നറിയാതെ എങ്ങനെയാ പോകുന്നത്? ഈ ഫ്രോഡിനാണല്ലോ നമ്മൾ ഭാനുവിനെ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. അവന്റെ സമയം എടുത്തിരിക്കുക സൂര്യ. അതുകൊണ്ടാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്. അവൻ ഇനി ഒരിക്കലും പുറത്തിറങ്ങരുത്. അതിനുള്ള വഴി വേണം നിങ്ങൾ നോക്കാൻ. നീ കിടക്ക്, ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. അമ്മ നോക്കിക്കോ. അമ്മയോട് ഇങ്ങനെ ചെയ്തതിന് അവരൊക്കെ അനുഭവിക്കും. അല്ലാതെ എവിടെ പോവാനാ? ഞാൻ പറഞ്ഞിട്ടില്ലേ അവന് പണ്ടേ പണത്തിനോട് ആർത്തിയെന്ന്. പണത്തിന് വേണ്ടി അവൻ എന്തും ചെയ്യും. അവന്റെ അമ്മയും അങ്ങനെ തന്നെയാ.
എന്റെ അച്ഛന്റെ കയ്യിൽ എത്രമാത്രം കാശ അമ്മയും മോനും കൂടെ മോഷ്ടിച്ചെന്നറിയോ? ഇപ്പൊ അവരുടെ ഓരോ ഉദ്ദേശവും നടക്കില്ല എന്നറിഞ്ഞപ്പോ എന്നെ എന്റെ ഭാനുവിന് തന്ത്രപൂർവ്വം കൊടുക്കായിരുന്നു. പക്ഷേ ഇവൻ അനിരുദ്ധനെ കൂട്ടുപിടിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ദുഷ്ടനും ദുഷ്ടനുമേ കൂട്ടുകൂടുള്ളൂ അമ്മ. ആ രണ്ടും ഒരേ വർഗത്തിൽപ്പെട്ടതാ. ഞാൻ ആലോചിക്കുന്നതല്ല. ഞാൻ പറഞ്ഞില്ലേ, ഭാനുവിന്റെ കല്യാണം അവന്റെ കൂടെ നടന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്റെ കുഞ്ഞിന്റെ വിധി? അങ്ങനെയൊന്നും നമ്മൾ പടുകുഴിയിലെ വീഴില്ലല്ലോ അമ്മ. അച്ഛനൊരിക്കലും അങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിക്കില്ല. അങ്ങനെയുള്ള പാപങ്ങളൊന്നും നമ്മൾ ആരും ചെയ്തിട്ടില്ല അമ്മ. പാപം ചെയ്യാത്തവരെയാ കല്ലെറിയുന്നത്. എന്നെ രക്ഷിക്കാൻ വേണ്ടി സൂര്യമോൻ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തർക്കും വേണ്ടി അന്നും ഇന്നും സൂര്യ ഒപ്പം തന്നെ ഇല്ലേ അമ്മ? എന്റെ മോന് ദൈവം ദീർഘായുസും ആരോഗ്യവും കൊടുക്കട്ടെ. അമ്മ, അമ്മേ, ജയ അറിഞ്ഞോ? എല്ലാവരും അറിഞ്ഞു. എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. അമ്മ ഇവിടെ കിടന്നു. കുറച്ചു നേരം ഉറങ്ങി എണീക്കുമ്പോ ക്ഷീണമൊക്കെ മാറും. അപ്പോഴേക്കും കഞ്ഞിയും റെഡിയാവും. അമ്മ ഉറങ്ങിക്കോ. എന്താ അമ്മേ? അമ്മ കിടന്നു. ഭാനുവിന് എന്താണോ പറ്റിയത്? അമ്മ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയാലേ ഭാനുവിനെ തിരിച്ചു കിട്ടണേ.